ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശംഭരൻ. ഛത്തീസ്ഗഡിലെ ബസ്തറിന്റെ ഡിവിഷണൽ ആസ്ഥാനമായ ജഗ്ദൽപൂരിൽ സംഘടിപ്പിച്ച ബസ്തർ പാണ്ഡമുത്സവം രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ബസ്തർ പാണ്ഡമുത്സവം സമ്പന്നമായ ഗോത്ര സംസ്കാരത്തിന്റെ നേർക്കാഴ്ചയാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. മാവോയിസത്തിനെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിർണായക നടപടിയിലൂടെ വർഷങ്ങളായി മേഖലയിൽ നിലനിന്നിരുന്ന ഭയം, അരക്ഷിതാവസ്ഥ എന്നിവയ്ക്ക് ശമനമായതായി രാഷ്ട്രപതി പറഞ്ഞു. കീഴടങ്ങിയ മാവോയിസ്റ്റുകളുടെ പുനരധിവാസത്തിനായി സർക്കാർ നിരവധി വികസനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്നും ശ്രീമതി മുർമു വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2 ദിവസത്തെ മലേഷ്യ സന്ദർശനത്തിന് തുടക്കമായി. ക്വാലാലംപൂരിലെത്തിയ അദ്ദേഹത്തെ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു. 15,000 ഇന്ത്യൻ പ്രവാസികൾ പങ്കെടുക്കുന്ന സ്വീകരണ ചടങ്ങിനെ പ്രധാനമന്ത്രി മോദിയും പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമും സംയുക്തമായി അഭിസംബോധന ചെയ്യും. ഇന്ത്യ അമേരിക്ക ഉഭയകക്ഷി വ്യാപാര കരാറിന്റെ ചട്ടക്കൂട് രൂപീകരിച്ചു. പരസ്പരം പ്രയോജനകരമായ വ്യാപാരം സംബന്ധിച്ച ഇടക്കാല കരാറിനുള്ള ചട്ടക്കൂടിൽ എത്തിയതായി ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ത്യയിൽ നിന്നുള്ള തുണിത്തരങ്ങൾ, തുകൽ, പാദരക്ഷകൾ, പ്ലാസ്റ്റിക്, റബ്ബർ, ജൈവരാസവസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ, കരകൌശല ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കുൾപ്പെടെ അമേരിക്ക 18% തീരുവ ബാധകമാക്കും. ജനറിക് ഫാർമസ്യൂട്ടിക്കൽസ്, രത്നങ്ങൾ, വജ്രങ്ങൾ, വിമാനഭാഗങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി വസ്തുക്കളുടെ പരസ്പര തീരുവ ഒഴിവാക്കും. ഉഭയകക്ഷി വ്യാപാരത്തെ ബാധിക്കുന്ന തീരുവ ഇതര തടസ്സങ്ങൾ ഇരു രാജ്യങ്ങളും പരിഹരിക്കും. ഇന്ത്യ-US ഇടക്കാല വ്യാപാര കരാർ പ്രകാരം ഇന്ത്യൻ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരുന്ന 50% പകരച്ചുങ്കം 18% കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ചൈന, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, വിയറ്റ്നാം എന്നിവയുൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യക്ക് തീരുവ കുറവാണെന്ന് ശ്രീ ഗോയൽ ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാജ്യത്തെ കാർഷിക ക്ഷീരമേഖലയെ സംരക്ഷിക്കുന്ന കരാർ വഴി സുഗന്ധവ്യഞ്ജനങ്ങൾ, ചായ, കാപ്പി, അവക്കാഡോ, മാമ്പഴം, പപ്പായ തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ തീരുവ ഒഴിവാക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ GDP, ഉൽപാദന ഗുണനിലവാരം എന്നിവ വർദ്ധിപ്പിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുക, ദരിദ്രരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനം, യുവാക്കളെ ശക്തിപ്പെടുത്തുക, സ്ത്രീകൾ നയിക്കുന്ന വികസനം പ്രോത്സാഹിപ്പിക്കുക എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് 2026-27 കേന്ദ്ര ബജറ്റെന്ന് കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ. രാജ്യത്തെ വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ യുവാക്കളുടെ സംഭാവന പ്രയോജനപ്പെടുത്താനും ബജറ്റ് ലക്ഷ്യമിടുന്നതായി അദ്ദേഹം പുതുച്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രിക്ക് കോഴിക്കോട് ചേവായൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിട്ടു. കേരളത്തിലെ ആരോഗ്യരംഗത്തുണ്ടായ സമഗ്ര മാറ്റത്തിനുള്ള ഉദാഹരണമാണ് ഈ ആശുപത്രിയെന്ന് അദ്ദേഹം പറഞ്ഞു. പല കാര്യങ്ങളിലും കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ചേവായൂരിലെ ത്വക്കുരോഗ ആശുപത്രി വളപ്പിലെ 20 ഏക്കർ സ്ഥലത്താണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് നിർമ്മിക്കുന്നത്. തൃശൂരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ച BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തൃശൂർ ഒല്ലുകരയിൽ തിരഞ്ഞെടുപ്പ് ചുവരെഴുത്ത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം, മേരാ യുവ ഭാരത് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മൈ ഭാരത് ബജറ്റ് ക്വസ്റ്റിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന യുവതീ യുവാക്കൾക്ക് പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാൻ അവസരം. ഇതിലേക്കായി ഈ മാസം 17 വരെ മേരാ യുവ ഭാരത് പ്ലാറ്റ്ഫോമിൽ സംഘടിപ്പിക്കുന്ന ഡിജിറ്റൽ ക്വിസ് മത്സരത്തിൽ 15 മുതൽ 29 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. myBharat.gov.in പോർട്ടൽ വഴിയാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത്. കേരളത്തിലെ ആദ്യത്തെ സമഗ്ര അന്താരാഷ്ട്ര വിദ്യാലയമായ കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ മാസം 10 വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 60 കോടിയോളം രൂപ ചെലവഴിച്ചാണ് വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് നടന്ന ഉദ്ഘാടന മത്സരത്തിൽ നെതർലൻഡ്സിനെതിരെ പാകിസ്ഥാന് 3 വിക്കറ്റ് ജയം. നെതർലൻഡ്സ് ഉയർത്തിയ 148 റൺ വിജയലക്ഷ്യം 3 പന്തുകൾ ശേഷിക്കെ പാകിസ്ഥാൻ മറികടന്നു. ഇപ്പോൾ നടക്കുന്ന 2ാം മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് സ്കോട്ട്ലൻഡിനെ നേരിടുന്നു. ടോസ് നേടിയ സ്കോട്ട്ലൻഡ് ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യ-USA മത്സരം രാത്രി 7 നടക്കും. അണ്ടർ-19 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് ജേതാക്കളായ ഇന്ത്യൻ ടീമിനും സാങ്കേതിക വിഭാഗത്തിനും സെലക്ഷൻ കമ്മിറ്റി അംഗങ്ങൾക്കും 7.5 കോടി രൂപ പാരിതോഷികം പ്രഖ്യാപിച്ച BCCI. ഇന്നലെ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 100 റണ്ണിന് തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. അണ്ടർ-19 വിഭാഗത്തിൽ രാജ്യത്തിന്റെ 6ാമത് കിരീടമെന്ന റെക്കോർഡും ഇന്ത്യ സ്വന്തമാക്കി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.